ഇപ്പോൾ ഹിറ്റ്ലറുടെ നരമേധത്തിൻ്റെ കാലത്ത് തടങ്കൽ പാളയമായിരുന്ന, വലിയ ഗ്യാസ് ചേംബറായിരുന്ന, കോൺസെൻട്രേഷൻ ക്യാമ്പായിരുന്ന ഓഷ്വിറ്റ്സിനെ കുറിച്ച് നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. ഓഷ്വിറ്റ്സ് ഇന്നൊരു മ്യൂസിയമാണ് അത്ര. ആ മ്യൂസിയത്തിൻ്റെ മുൻപിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതി വെച്ചതായി, അത് സന്ദർശിച്ച ആരോ എഴുതിയത് വായിച്ചതായിട്ട് ഓർക്കുന്നു. അതിങ്ങനെയാണ്: ചരിത്രം മറക്കുന്നവരെ ചരിത്രം ശിക്ഷിക്കും. അതൊരു മുന്നറിയിപ്പാണ്. ചരിത്രം മറക്കുന്നവരെയെല്ലാം ചരിത്രം ശിക്ഷയ്ക്ക് വിധേയമാക്കും. നാം ഇന്ന് ചരിത്രം മറന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളം എങ്ങനെ രൂപപ്പെട്ടു എന്ന് ഒട്ടൊക്കെ വിസ്മൃതിയിലായി കഴിഞ്ഞ ഒരു ചരിത്രമാണ്. ഇപ്പോൾ ഭ്രാന്താലയം എന്ന വിശേഷണം ചോദിച്ചു വാങ്ങിയ ഒരു നാടാണല്ലോ നമ്മുടെ. ചില വികൃത മനസ്കർ ഇറങ്ങിയിട്ടുണ്ട്, അന്ന് കേരളം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കതൊന്നും അറിഞ്ഞൂടാ. കേരളം ഭാഷാ സംസ്ഥാനം എന്ന നിലയിൽ രൂപം കൊണ്ടു 1956 നവംബർ 1 എല്ലാവരും അറിയാം. എന്നാൽ കേരളം എന്ന ഭാഷാ സംസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ന് പരിഗണിക്കപ്പെടുന്ന ഭൂപ്രദേശങ്ങളിൽ അക്കാലത്ത് നിലനിന്നിരുന്ന സാഹചര്യങ്ങൾ എന്തായിരുന്നു? അതല്ലേ പരിശോധിക്കേണ്ടത്. മറ്റു ചിലരുടെ വ്യാഖ്യാനവും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വിവേകാനന്ദ ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പറഞ്ഞത് മതപരിവർത്തനത്തെക്കുറിച്ചാണ്. അതാണ്, മതപരിവർത്തനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, നമ്മൾ ഈ ജനുസിൽപ്പെട്ടവരോടൊന്നും തർക്കിക്കാൻ പോകേണ്ട കാര്യമേ ഇല്ല. തർക്കം മനുഷ്യരോടേ വേണ്ടു, അതിലെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പറഞ്ഞതൊക്കെ നമ്മളങ്ങ് അംഗീകരിച്ചാൽ തന്നെ എന്തിനായിരുന്നു മതപരിവർത്തനം എന്ന ചോദ്യം അവിടെ ഉണ്ട്. എന്തിനാണ് ഒരു ഘട്ടത്തിൽ കേരളത്തിലെ അടിച്ചമർത്തപ്പെട്ട, ചവിട്ടിയരയ്ക്കപ്പെട്ട ജനവിഭാഗങ്ങളിൽ ഒരു വിഭാഗം മതപരിവർത്തനം സ്വീകരിച്ചത്? ആ പാത തെരഞ്ഞെടുത്തത് എന്തിനായിരുന്നു? മനുഷ്യനായി ജീവിക്കാൻ അനുവദിക്കാത്ത ജാതീയതയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു, കുതറാനായിരുന്നു. ഇപ്പൊ തങ്ങളുടെ താല്പര്യങ്ങളെ സാധൂകരിക്കുന്നതിന് വേണ്ടി ആശാന്റെ ദുരവസ്ഥയൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷെ ആ ദുരവസ്ഥയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ജാതീയതയുടെ രൂക്ഷത. ആ ജാതീയതയുടെ ചെങ്ങലകളിൽ കിടന്ന് നരകിക്കുന്ന മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്തോ ആവട്ടെ, പറഞ്ഞു വന്നത് ജാതീയത എന്നത് ചിന്തിക്കാനാവാത്ത, ഇന്നത്തെ തലമുറയ്ക്ക് ചിന്തിക്കാനാവാത്ത, അങ്ങേയറ്റം ക്രൂരമായ, മനുഷ്യവിരുദ്ധമായ, ഒരുപക്ഷെ അടിമത്തത്തെക്കാളേറെ മനുഷ്യവിരുദ്ധമായ, ക്രൂരമായ ഒന്നായിരുന്നുവെന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഞാനതെല്ലാം വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. 1936 പാലക്കാട്ടടുത്ത് ഒറ്റപ്പാലത്തുണ്ടായ ഒരു സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഒരു പലചരക്ക് കടയിൽ ചെന്ന 16 വയസ്സ് മാത്രമുള്ള ഒരു ബാലൻ, ഒരു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു ബാലൻ, ശിവരാമൻ എന്നായിരുന്നു അത്ര അയാളുടെ പേര്, 1 കിലോ ഉപ്പ് വേണം എന്ന് ചോദിക്കുന്നുണ്ട്. ആ ജാതീയതയുടെ കാലത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ അന്ന് 2 തരം മലയാളവും ഉണ്ടായിരുന്നു എന്നാണ്. മലയാളം, കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് EMS എഴുതിയിട്ടുണ്ട്. ആ പുസ്തകമാണ് ഒരർത്ഥത്തിൽ ഭാഷാ സംസ്ഥാനത്ത് രൂപീകരണത്തിലേക്ക് നയിച്ച ചർച്ചകൾക്ക് കരുത്തു പകർന്നത്, വഴി കാട്ടിയത്. എന്നാൽ 2 തരം മലയാളം നിലനിന്നിരുന്നൊരു നാടായിരുന്നു കേരളം എന്നാണ്. ഒരു 100 ഉദാഹരണം ഇപ്പം നിങ്ങളുടെയൊക്കെ നാവിൻ്റെ മുമ്പിലുണ്ടാവും. ഞാനതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ആഢ്യ മലയാളം, ഒരു ജന്മിമാരും രാജകുടുംബാംഗങ്ങളും തമ്പുരാക്കന്മാരും സവർണരും അവരുടെ വ്യവഹാരങ്ങളെക്കുറിച്ചും പറയാൻ ഉപയോഗിച്ചിരുന്ന ഒരു മലയാളം, സംസ്കൃതവൽക്കരിക്കപ്പെട്ട ഒരു മലയാളം. അതുപോലെ അധസ്ഥിതൻ, തൊഴിലാളി, അവരൊക്കെ ഉപയോഗിച്ചിരുന്ന, അല്ലെങ്കിൽ അവർ പറയേണ്ട മറ്റൊരു മലയാളം, ഒരു അപരിഷ്കൃത മലയാളം. ഇതൊക്കെ ചേർന്നാണ് കേരളം. അപ്പോൾ പറഞ്ഞു വന്നത്, ഉപ്പ് എന്ന് പറയാൻ സവർണർക്കേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ അന്ന്. അപ്പോൾ അവർണരെന്ത് പറയണം? അവർണരെന്ന് അന്ന് വിളിക്കപ്പെട്ട വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരെന്ത് പറയണം? അവർ പുളിക്കുന്നത് എന്ന് പറയണമെന്ന് പറയും. അപ്പോൾ കടയിൽ പോയിട്ട് ഒരു റാത്തൽ പുളിക്കുന്നത് വേണമെന്ന് പറഞ്ഞാൽ ഉപ്പ് കിട്ടും. പക്ഷെ ഉപ്പെന്ന് പറയാനുള്ള അവകാശം അത് സവർണർക്കേ ഉള്ളൂ. അതായിരുന്നു അന്നത്തെ കാലം. അങ്ങനെയാണ് 1936 ഒറ്റപ്പാലത്ത് ഒരു പലചരക്ക് കടയിൽ ചെന്ന് ശിവരാമൻ എന്ന് പറയുന്ന ഒരു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ഒരു ബാലൻ പറഞ്ഞു അത്രേ, എനിക്കൊരു റാത്തൽ ഉപ്പ് വേണം. ആദ്യമായിട്ടാണ് ഒരു അധസ്ഥിതൻ അതിനുള്ള ധൈര്യം കാണിക്കുന്നത്. വലിയ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു വന്നാണ്. ചുരുക്കി പറഞ്ഞാൽ അവിടെ അടുത്തൊരു തൂണിൽ പിടിച്ചു കെട്ടിയ ശിവരാമനെ
ജാതി പ്രമാണിമാർ അടിച്ചു കൊന്നു എന്നതാണ് ഈ കേരളത്തിന്റെ ചരിത്രം. ആ ഒറ്റപ്പാലത്ത് നിന്ന് അരമണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലത്തിന്റെ പേരാണ് ഷൊർണൂർ. ആ ഷൊർണൂരിലാണ് സ്വാമി വിവേകാനന്ദൻ വന്ന് തീവണ്ടി ഇറങ്ങിയത്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ചെവിയിലെത്തിയിട്ടുണ്ടാവുക ഇതിന് സമാനമായ അന്നത്തെ പല അനുഭവങ്ങളുമായിരിക്കും. ആ അനുഭവ പരിസരത്ത് നിന്നുമാണ് ഇത് ഭ്രാന്താലയമാണ് എന്ന് അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളത്. ഭാഷാ സംസ്ഥാനമായി ഭാവിയിൽ രൂപീകരിക്കപ്പെടാൻ പോകുന്ന കേരളം എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല. ഈ നാടുന്നോ ഈ മലബാറെന്നോ എന്നോ വല്ലതും ആയിരിക്കും പറഞ്ഞു. എന്തായാലും അതായിരുന്നു ഈ നാടിന്റെ അന്നത്തെ അവസ്ഥ. അതിനെക്കുറിച്ച് കവി എഴുതിയിട്ടുണ്ടല്ലോ, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ നമുക്കെല്ലാം അറിയാം. ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളോ കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തവരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. ആ ഒരു കാലത്തോട് സമരം ചെയ്ത് കെട്ടിപ്പടുത്തതാണ് കേരളം എന്ന് ഇന്ന് നാം പുതിയ തലമുറയെ പഠിപ്പിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. എങ്ങനെയാണ് വൈക്കം സത്യാഗ്രഹം ഉണ്ടായത്? ക്ഷേത്രത്തിൽ ഞങ്ങളെ കൂടി പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടല്ലല്ലോ. പിന്നെയോ അതിന്റെ മുന്നിലെ പട്ടി നടക്കുന്ന വഴിയിലൂടെ ഞങ്ങൾക്കും നടക്കാൻ അവകാശം വേണമെന്ന് പറഞ്ഞിട്ടാണ്. പട്ടിക്കും പശുവിനും ഒക്കെ നടക്കാം, പക്ഷെ മനുഷ്യർക്ക് നടക്കാൻ പറ്റില്ല, അവന്റെ ജാതിയുടെ അടിസ്ഥാനത്തിൽ. ആ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഗാന്ധിജി വന്നതും അന്നത്തെ കാര്യങ്ങളെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷെ ആ ചരിത്രം നമ്മളിപ്പോൾ ഓർമ്മിപ്പിക്കുന്നില്ല. ആ ചരിത്രം സൗകര്യപൂർവ്വം പലരും വിസ്മരിക്കുകയാണ്. തന്തൈ പെരിയാർ എന്നാണ് അവിടെ വരുന്നത്. അദ്ദേഹം നടത്തിയ ചരിത്രത്തിലെ ഉജ്ജ്വലമായ പ്രസംഗവും ആ പ്രസംഗം ഓരോ മലയാളിയും ഇന്ന് വായിക്കേണ്ട പ്രസംഗമാണ്, ഓർക്കേണ്ട പ്രസംഗമാണ്. ഒരു വ്യാഴവട്ടം കഴിഞ്ഞാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഉണ്ടാവും. വൈക്കം സത്യാഗ്രഹത്തിന്റെ സംയുക്തിക തുടർച്ചയാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ആ ഗുരുവായൂർ സത്യാഗ്രഹം കഴിഞ്ഞ് ഒരു വ്യാഴവട്ടം കഴിഞ്ഞിട്ടാണ് പാലിയം സമരം ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ ഇപ്പോൾ ഡോക്ടർ ധർമ്മരാജ നാട്ട് പുസ്തകം രചിച്ചിട്ടുള്ളത്. പാലിയം സമരം വരുമ്പോഴേക്ക് അതിന് രാഷ്ട്രീയ നേതൃത്വം കൈവരുന്നു എന്ന പ്രത്യേകതയുണ്ട്. വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോഴും ഇല്ല. പക്ഷെ പിൽക്കാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളായവർ, ആ വിപ്ലവോന്മുഖമായ മനസ്സുമായി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തവർ, കൃഷ്ണപിള്ളയും AK ജിയും എല്ലാം വന്നതിന്റെ നേതൃത്വമായിരുന്നു. അതിനുശേഷം പാലിയം സമരമായപ്പോഴേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ പ്രവർത്തനം സജീവമായി നടക്കുന്ന കാലമാണ്. അപ്പൊ അതിന് നേതൃത്വം കൊടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സഖാവ് AG വേലായുധൻ രക്തസാക്ഷിയാവുന്നത് ആ സമരത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുത്ത വേലായുധൻ രക്തസാക്ഷിയായ പാലിയം സമരം വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൂടിയുള്ള സമരമായിരുന്നു എന്ന് ചരിത്രം അടയാളപ്പെടുത്തുന്നു. ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിലെ നവോത്ഥാന പോരാട്ടത്തിന്റെ നേരവകാശികളായി ആ പോരാട്ടത്തെ മുൻപോട്ട് കൊണ്ടുപോയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സമരങ്ങൾ, ചെറുത്തുനിൽപ്പുകൾ, പോരാട്ടങ്ങൾ വലിയൊരളവോളം ജാതീയതയെ തുടച്ചു നീക്കിയ ഒരു നാടായി കേരളത്തെ മാറ്റി. പൂർണ്ണമായി തുടച്ചു നീക്കിയെന്നൊക്കെ ചോദിച്ചാൽ മറുപടി പറയാൻ പാടാണ്. ഇപ്പോഴും പലരുടെയും ഉള്ളിലൊക്കെ ജാതി ഉണ്ട്, ഒരു സത്യമാണ്. ഉണ്ട്. തുടച്ചു നീക്കുക എന്ന വാക്കിന്റെ അർത്ഥം പിന്നൊരു പൊടി പോലും അവശേഷിക്കില്ല എന്നാണ്, അല്ലെ? അങ്ങനെയാണ് തുടച്ചു നീക്കുക. അപ്പൊ അങ്ങനെ തുടച്ചു നീക്കിയോ എന്ന് ചോദിച്ചാൽ തുടച്ചു നീക്കാനിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചില പൊടിയൊക്കെ അവിടെ ഇവിടെ ഉണ്ട്, ചിലരുടെ ഉള്ളിലൊക്കെ ഉണ്ട്. പക്ഷെ പുറമെ പറയാൻ മടിയാണ്, അത്രയും വന്നു, അല്ലേ? ഞാനൊരു ജാതിവാദിയാണ് എന്ന് പറയാൻ മടിയാണ്, അതൊരു മോശമാണ് എന്ന ബോധ്യമുണ്ട്. മനുഷ്യൻ നടക്കുന്ന വഴിയിലൂടെ ഏതെങ്കിലും ഒരാളെ ജാതിയുടെ പേരിൽ നീ ഇതിലൂടെ നടന്നുകൂടാ എന്ന് ഇന്നാരെങ്കിലും പറയുമോ? നീ അധസ്ഥിതനാണ്, അതുകൊണ്ട് ഈ റോഡിലൂടെ നീ നടക്കാൻ പാടില്ല എന്ന് ഇന്നാരെങ്കിലും പറയുമോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ പറയുന്നത് കേൾക്കേണ്ടി വരുന്ന പ്രത്യേക ജാതികളിൽപ്പെട്ട ജനിച്ച ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അയാൾ ഓച്ഛാനിച്ച് നിന്ന് വഴിമാറി നിൽക്കില്ല ഇന്ന് ഈ കേരളത്തിൽ. അയാൾ ആർജവത്തോടെ ശിരസുയർത്തി നിന്ന് അത് നിന്റെ അച്ഛനോട് പോയി പറ എന്ന് പറയും. അങ്ങനെ പറയാൻ അവരെ പ്രാപ്തനാക്കിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, പാർട്ടി നേതൃത്വം കൊടുത്ത സമരങ്ങളാണ് എന്ന് ഈ നാട്ടിൽ സകലരെയും ഓർമ്മിപ്പിക്കേണ്ട ഒരു സമയമാണിത്. എങ്ങനെ ഇങ്ങനെ ഒരു കേരളം ഉണ്ടായി, എങ്ങനെ ഇങ്ങനെ ഒരു മനുഷ്യ സമൂഹം ഇവിടെ ഉണ്ടായി, എങ്ങനെ കേരളം ഇന്ത്യക്ക് വഴികാട്ടിയായി മാറി, അതിന്റെ പിന്നിൽ എത്ര പേർ ജീവൻ കൊടുത്തു, എത്ര പേർ അടിയേറ്റു വാങ്ങി എന്ന് പഠിപ്പിക്കേണ്ട ഒരു കാലമാണിത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്.